ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ദിവസമാണ്. വീട്ടിൽ വരുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ സത്യത്തിൽ മറന്നു. എല്ലാവരും കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പപ്പ വന്നു, ഞങ്ങൾ ഒരു സ്പെഷ്യൽ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നന്നാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ പോട്ടിയാണ് സാധനം. അപ്പോൾ നമ്മളല്ലാതെ അത് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ക്ലീൻ ചെയ്യാതെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും തകൃതി പിടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്നെങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മളിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. നമ്മൾ കുറേശ്ശെ വെച്ചിട്ട് കേട്ടോ അത് ചൂടാക്കുന്നത്. ചൂടാക്കുന്നതല്ല, ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇതിട്ട് വെക്കണം. ഇതിപ്പോൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ ചീവി എടുക്കുക ചെയ്യുന്നത്. ഗൈസ്, ഇവരാദ്യമായിട്ടാട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. ഇത് നമ്മൾ ഏലത്തിന് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് വേനൽക്കാട്ടടിക്കാൻ വേണ്ടി പിടിച്ച് വെക്കുന്ന കേട്ടോ. പുറകിൽ ഞങ്ങളുടെ ആർട്ട് മക്കൾ എല്ലാം നിൽപ്പുണ്ട്. ഇവരാദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ ഇങ്ങനെ പുച്ഛിച്ച് ചിരിച്ചോണ്ടല്ലോ നിൽപ്പാ. പക്ഷെ എൻ്റെ വളർച്ച ഒച്ച ഉണ്ടാക്കി എൻ്റെ വീഡിയോ കളയല്ലേ. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. എന്നാപ്പാ എന്റെ പപ്പ എങ്ങനെ ഇതിന് മുന്നേ പപ്പ വീഡിയോ ഒന്നും വന്നിട്ടില്ലല്ലോ, യൂട്യൂബ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഞങ്ങളുടെ തകർന്ന് തരിപ്പണമായ അലക്കുകൾ ഇപ്പം ഞങ്ങൾ പാത്രം കരിക്കലൊക്കെ കഴുകാൻ, നമ്മുടെ ഇതുപോലെ ഇറച്ചി വൃത്തിയാക്കാനൊക്കെ ഉള്ള ഏരിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണത്. ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇവർ കണ്ടിട്ടില്ല. അപ്പം അമ്മ ഇവിടെ നിന്ന് പാത്ത് ഒളിച്ച് നിന്ന് എന്നെ നോക്കി പരിഹസിച്ചിരിക്കുമായിരുന്നു. ആ ഓടി മറയുന്നത്. അമ്മ അങ്ങ് വന്നേടി, ഈ തലയിൽ മുടിയില്ലാത്ത കുട്ടിയാണ് എന്റെ ചേച്ചി. ചൂടുവെള്ളം കൊടുത്ത് കാലിലോട്ടോ കൂട്ടുന്നത്. ഉറക്കത്തിൽ നേരിട്ട് വന്നതാണ്. എന്നിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് വന്ന പോലെ ഇരിക്കുന്നേന്ന്. എന്നപ്പാ തെറിപ്പിക്കല്ലേ, എനിക്കിന്ന് കുളിക്കാനുള്ള ഉദ്ദേശമില്ല. ഇവിടെ ഭയങ്കര മഴയാണ്. പിന്നെ ഭയങ്കര തണുപ്പുമാണ്. എനിക്ക് കുളിക്കാൻ മടിയാ. ഞാൻ ഇന്നലെ കുളിച്ചതാ. ഇനി 2 ദിവസം കഴിയട്ടെ. ഭക്ഷണം കഴിച്ചല്ലേ ഗൈസ്? ഇതാണ് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്. ഞങ്ങൾ 3 മക്കൾ കൂടാതെ അപ്പനും അമ്മയ്ക്ക് 7 മക്കളും കൂടെ ഉണ്ട്. ആ 7 മക്കളാണ് ഇവരൊക്കെ. ഇവർ ഓരോരുത്തർ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തു. ഇത് മറിയേ. അമ്മ വിളിച്ചാൽ മാത്രമേ ഇവരൊക്കെ വിളി കേൾക്കത്തുള്ളൂ. ഞാൻ വിളിച്ചാൽ അനങ്ങത്തൂരില്ല. ഇവരൊക്കെ 6 കുട്ടികളാണെന്ന് പരിചയപ്പെടുത്തു. നിങ്ങളൊക്കെ 6 കുട്ടികളാ, കൈ പൊക്കൂ. ഇതും ഇവളുടെ മറിയയുടെ. നടുക്ക് നിൽക്കുന്ന കറമ്പൻ അവളുടെ. പോടാ നിന്റെ കുടുംബത്ത്. പിന്നെ അവളും ഇവളുടെ. ഇവളാരാ? അല്ല, ഇവളുടെ പേരെന്നാ? നിന്റെ പേരെന്നാ മോനെ? ഇവള് മാളു. റത്തിപ്പണ്ടാണ് കൈ വരെ തിന്നാൻ വരൂ. അത് മാളുവിന്റെ അമ്മയാണ് അമ്മിണി. അമ്മിണിയുടെ മാളുവിന്റെ ഇവരുടെ എല്ലാവരും അപ്പനാണ്. ഇവനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവൻ. അവനെ 2 മുട്ടാപ്പി 4 കയറിട്ടാണ് കെട്ടി നിർത്തിയേക്കുന്നത്. കണ്ട, അവന് നാണം വന്നു. അവൻ മുഖം മറച്ചു ഗൈസ്. അവൻ ഒളിഞ്ഞു നോക്കുവാണ്. എൻ്റെ കോഴിച്ചെറുത്തതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവന് നാണം വന്നു ഗൈസ്. അവൻ എന്താ അവിടെ പാത്ത് നിൽക്കുക. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് ഇനി വേറെ ആൾക്കാരുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക്? മുട്ടന്മാരുടെ പേരാണോ ഗൈസ്? വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരാണ് കാണിച്ചത്. ഈ നിൽക്കുന്ന 2 തുരുപ്പിടികളുടെ പേരാണ്. ഇത് കന്നാസ്, ഇത് കടലാസ്, ഇത് കണ്ണാപ്പി. നല്ല നല്ല പേരുകളാണ് ഗൈസ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ജീവികളുടെയും പേരൊക്കെ അവരുണ്ടാകുമ്പോൾ ഞങ്ങളുടെ വായിൽ എന്താണോ ആദ്യം വരുന്നത് അതാണ് ഞങ്ങൾ അവർക്ക് പേരായിട്ട് ഇടുന്നത്. ഞങ്ങളോട് ഒരു കണ്ടപ്പനുണ്ട്, അവൻ്റെ പേരാണ് കുണു. അവൻ ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് അവനെ വിളിക്കാൻ തോന്നിയ പേര് കുണു എന്നായിരുന്നു. അവനെ അതുകൊണ്ട് കുണു ഞങ്ങൾ വിളിക്കുന്നത്. കുണു സാർ എന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് റെസ്പെക്റ്റോടെ വിളിക്കാറുണ്ട്. എന്നാലേ സാറ് ചോറ് തിന്നാനൊക്കെ വരത്തുള്ളൂ. സാർ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞാൽ അവനിപ്പോൾ എവിടെയോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് വരുന്നതാണ് നടത്തുന്നത്. എന്നെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നുമില്ല. ഇപ്പോൾ ചിക്കൻ കാലൊക്കെ കാണിച്ച് ഞാൻ വിളിച്ചായിരുന്നു. പക്ഷെ അവന് വലിയ മൈൻഡൊന്നുമില്ല. പതിയെ അടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൊഫഷണൽ ഇറച്ചി വെട്ടുകാരൻ കം ക്ലീനർ ജോസ് ദേവസ്യ താഴ്ന്നനിക്കൽ. കൂടുതൽ ഇറച്ചി ക്ലീനിങ്ങിനും കൂടുതൽ വിവരങ്ങൾക്കുമായി കോൺടാക്ട് പ്ലീസ് ജോസ് ദേവസ്യ താഴ്ന്നനിക്കൽ, തൊന്തൈ. കുറച്ച് നേരം എടുക്കുന്ന പണിയല്ലേ അപ്പാ? നമ്മളായി ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. പക്ഷേ നല്ല ടേസ്റ്റ് കഴിക്കാം ഗൈസ്. കടയിൽ നമ്മൾക്ക് കിട്ടുന്ന പോട്ടി അവർ കുമ്മായി വിട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഇച്ചിരി പണിയാണ്. പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റിൽ ചുമ്മാ നോക്കി നിൽക്കുന്ന എന്നെ പറഞ്ഞവർക്ക് ഇച്ചിരി പണിയാണ്. കഷ്ടപ്പെടുന്നവർക്ക് നല്ല പണിയാണ്. അതെ, എനിക്കിത് എൻ്റെ അമ്മച്ചി
ടൈം ഉള്ളി. ടൈം ഉള്ളി എത്രയാ? പോട്ടെ അമ്മ, കത്തിയുടെ വായല്ലേ ഇവിടെ പല്ല് വരെ പോയിരുന്നു പപ്പയുടെ, പിന്നെ ആ ഒരു കത്തിയുടെ വാ. പണ്ട് പല്ല് പോയത് തലവരം കുഴപ്പമില്ല. ഇറച്ചി ഉണ്ടാക്കിയപ്പോൾ ഗൈസ്, എൻ്റെ അപ്പൻ്റെ കയ്യ റോട്ട് വീലർ കടിച്ചതിൻ്റെ പാടുകളാണ് ഞങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലേ? അത് കാണിക്കാൻ പറ്റില്ല. എന്നെ കാണിക്കാം. അപ്പൻ്റെ കൈക്ക് ഇപ്പോൾ കുഴപ്പമില്ല. ശരി. ശരിക്കും ഇതാണ് പോട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ സാധനമാണ് ഇങ്ങനെ ചെത്തിയല്ല ചീവിക്കളഞ്ഞ് വൃത്തിയാക്കുന്നത്, നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്. ഇതാണ് ക്ലീനിങ്. ഇതാണ് ക്ലീനിങ്. എൻ്റെ അമ്മ ഇവിടെ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടികൾ. അമ്മയുടെ കൃഷിത്തോട്ടമാണ്, മഴ പെയ്തെല്ലാം നാശമായി. പയറും സാധനങ്ങളൊക്കെ ഇതുണ്ടല്ലോ. ഞങ്ങളുടെ കന്നി മാങ്ങയാണിത്, ഞങ്ങളുടെ മൂവാണ്ടം മാളത്തെ കന്നി മാങ്ങ. ഇതൊക്കെ പഠിച്ചോട്ടോ, ഈ സാധനമൊക്കെയാണ് എങ്ങനെയാ ചിന്നൊക്കെ പരിപാടി കാണിക്കാൻ. ഓ, ഞാൻ ഇത്രയും കഷ്ടപ്പെടാൻ ഏതായാലും വിചാരിച്ചിട്ടില്ല പാപ്പ. ഒന്നാമത് സമയമില്ല, അതിനിടയ്ക്ക് ഇനി പോട്ടി നന്നാക്കാൻ. അല്ല, നീ ചെയ്യണ്ട. ഇപ്പം നമ്മളെടുത്ത് വെച്ചാൽ ഇങ്ങനെയാണ് ഈ നമ്മുടെ വീട്ടിൽ രുചിയായിട്ട് കഴിക്കണമെങ്കിൽ ഇത് വ്യത്യാസം വരെ വരും. മറ്റേന്ന് പറഞ്ഞാൽ കുമ്മയിടുമ്പോൾ സാധനം വെന്തിട്ടാണ് ഈ സാധനം എല്ലാം പോകുന്നത്. ഓ, ഇത് നമ്മൾക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മൾ സ്വന്തമായിട്ട് മാൻ പവർ ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ രുചിയും ഗുണങ്ങളൊന്നും പോകുന്നില്ല. ശരിക്കും നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിന്റെ ഗുണമല്ലേ നമുക്ക് കിട്ടുന്നല്ലോ പാപ്പാ. ഇത് കഴിച്ചാൽ വല്ല ഗുണമുണ്ടോ? ഇങ്ങനെ കിട്ടണം. പോട്ടി മറ്റേ നമ്മളിപ്പോൾ പോട്ട് മേടിച്ച് വേവിച്ച് അവിച്ച് ചവറ് നിന്നോണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്താണ്. പണിയുണ്ട്, ഞുറുക്ക് വരുന്നുണ്ട്. കൈ കൊണ്ടാ മകളെ ഞുറുക്കുന്നത്, തല കൊണ്ടല്ല. ഓരോരോ അടവുകളെ അമ്മൂന്റെ പണിയെടുക്കാതിരിക്കാനുള്ള ഓരോരോ അടവുകൾ. അതെ, അല്ലെങ്കിൽ പിഴച്ചു അല്ലേ ന്യൂ ജനറേഷൻ. പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാന്നാ ആലോചിക്കുന്നത്. ഇത് കണ്ടില്ലേ ഒരെണ്ണം നിൽക്കുന്നേ, 70s വസന്തം അപ്പു കളിയാക്കുന്ന പോലെ. അതാരാപ്പാ? അതാരാ അമ്മച്ചി? അപ്പു ഇന്നലെ പോയ വഴിക്ക് മുഴുവൻ അമ്മേനെ വണ്ടി വെച്ച് കളിയാക്കുമായിരുന്നു, 70s വസന്തം എന്ന് വിളിച്ച്. ഇത്ര നേരം മൂക്കുമുട്ട ഉറക്കം കഴിഞ്ഞിട്ട് ഇനി മുഖം പറിച്ചിട്ട് കാര്യമില്ല അമ്മ. നിന്റെ മുഖം ഓൾറെഡി ക്യാമറയിൽ പതിഞ്ഞു. അമ്മ സ്റ്റൈലിന് വേണ്ടിയിട്ട് മുടി വെട്ടിയതാ ഗൈസ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു പെടലി മുഴുവൻ കുരു വന്നു. അത് തന്നെ പറഞ്ഞേ, നീ ഞങ്ങൾ തന്നെ പറഞ്ഞു. അമ്മ എന്നെ മടിച്ചു അമ്മു. പപ്പാ, മറ്റേ പോട്ടി കഷ്ണം മണ്ണിൽ പോയില്ല. അപ്പം അമ്മ പറയണേ നല്ലതാ, പ്രോട്ടീൻ കിട്ടുമെന്ന്. ഇനി മുതൽ ഗൈസ് പുതിയ അറിവാണ്. മറ്റേ എൻ്റെ അമ്മ കണ്ടുപിടിച്ചതാണ്. നീ അങ്ങനെ തന്നെ നീ പറഞ്ഞേ, ഞാൻ കേട്ടതാ. അമ്മ കണ്ടുപിടിച്ചതാണ്. പ്രോട്ടീൻ കുറവുള്ളവരൊക്കെ കുറച്ച് മണ്ണ് വാരി തിന്നാൽ മതി. ഞാൻ ജന്മന കുടുംബസ്നേഹമുള്ളതാണ്. പപ്പ എങ്ങനെ അപമാനിക്കാതെ. പോട്ടി പീസിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ അപമാനമല്ലേ? സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കെയറും. എന്തോ? യെസ് ഡാഡി. ഓ നോ, കഴിഞ്ഞ പരിപാടി. ആദ്യം ക്ലീൻ ചെയ്യാം, മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഞുറുക്കത്തുള്ളൂ. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കൊന്നുമില്ല. ഇല വെട്ടിട്ട് ഇല വെച്ച് വേണം ഞുറുക്കാന്ന്. വാഴയില അതിനാ പെരക്കാത്തല്ല അതിന്റെ ഇത് വീഴാതിരിക്കാനാ. ഇല പിന്നെ എടുത്തത് ഇല ആരെങ്കിലും വെട്ടി തരണം. അത് എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നാൽ ഞാൻ മൊത്തം ഞുറുക്കി തരാം. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കുമല്ല. തീർന്നില്ലാതെ ആ വലിയ പാത്രത്തിൽ ഇനി ഇരിപ്പുണ്ട് 2-3. തെണ്ടിയമ്മു. അല്ല, അമ്മുന് ബാക്കി പണിയുണ്ടേ. ഞാൻ ഞുറുക്കി കൊടുത്തിട്ട് വിട്ടുപോ, ഞാൻ പിന്നെ അനങ്ങത്തില്ല. ബാക്കി കുണ്ടിയെ പരുവുള്ള പോത്തായിരുന്നോ? മുഴയുണ്ടെന്നൊക്കെ പറയുന്നത്. കാള. ക്യാൻസർ ഉള്ള, അത് എത്തിക്കളഞ്ഞു. ക്യാൻസർ ഉള്ള പശുവായിരുന്നു.
ഇത് ആരാ പറഞ്ഞ നമുക്ക് ചക്കയില്ല, നമ്മയല്ലേ പറഞ്ഞ ചക്കയില്ലെന്ന്. അത് കൊള്ളത്തില്ല, അത് ഇത് വേണം വറക്കാൻ കൊള്ളാമായിരിക്കും. വറക്കാൻ നല്ലതല്ലേ? അമ്മച്ചി മഴ പെയ്യുന്നു ഗൈസ്, ഇവിടെ പെരുമഴ തുടങ്ങിയിട്ടുണ്ട്. പോട്ടി ക്ലീനിങ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സിമി ചേച്ചി എന്നാ അവിടെ ചിരിക്കുന്നത്? കരള് വെച്ചത് നാളെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ അമ്മയും എൻ്റെ വല്യമ്മയും ഒക്കെ എന്നാ എൻ്റെ എല്ലാവരും കൂടെ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇങ്ങോട്ട് നീങ്ങി, ഇങ്ങോട്ട് നീങ്ങിന്ന് പറ. പൊങ്ങി അമ്മയെ വല്യമ്മയൊന്നും വെച്ചിട്ടൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് അല്ലേ അമ്മേ? അതേ ചുമ്മാ ഡയലോഗ് പറഞ്ഞല്ലേ. ഇപ്പം അമ്മ എന്നെ ഓടിക്കും. പിന്നെ നിന്റെ അപ്പനാണ് ഇവിടെ പഠിപ്പിച്ചതെന്ന് ചോദിക്കും. ചേച്ചി ഇത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. മഴ പെയ്തു ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ പോകും. നല്ല സൂപ്പർ മഴ. മറ്റേ നമ്മുടെ കൊന്നിനകത്തുണ്ട്. ഗൈസ് 1 മണിക്കൂറോളം, ഏകദേശം 1 മണിക്കൂർ അല്ലേ പപ്പ നമ്മളിത് തുടങ്ങിയിട്ട്? 1 മണിക്കൂറോളം നമ്മൾ ഇതേ കിടന്ന് പണിതു. അമ്മ അത് വൃത്തിയായിട്ട് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിലിരുന്ന്. അതിനിടയ്ക്ക് നമുക്ക് മഴ പെയ്തുകൊണ്ട് നമ്മുടെ പരിപാടികളൊന്നും പുറത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി ഇത് ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഒരു ഇച്ചിരിയൊക്കെ അറ്റകുറ്റപ്പണികളുള്ള. ചൂടുവെള്ളം വേണോ പപ്പ? ഗൈസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം മുക്കാലും വൃത്തിയാക്കി പപ്പ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അമ്മു അതിൻ്റെ പുറത്ത് എന്തോ ചെയ്തെന്ന് വരുത്താൻ വേണ്ടിയിട്ടിരുന്ന് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ. ഇതൊന്നും വൃത്തിയായിട്ടല്ലേ പിന്നെ നന്നായിട്ട് വൃത്തിയാക്കണം. കൈകൾ തന്നെ വെച്ചാൽ അതെ 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 അതെ. പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നീ ഞുറുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിൽ ഉപ്പും മുളകും ഒക്കെ തേച്ച് നല്ല സൂപ്പർ കറി വെക്കും. എന്നിട്ട് നമ്മളിത് കഴിക്കും. എന്തിൻ്റെ കൂടെ? ഉണങ്ങിയ കപ്പയുടെ കൂടെ. ഗൈസ് നമ്മൾ നമ്മുടെ പോട്ടിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമ്മളിത് ഞുറുക്കാൻ പോവുകയാണ്. ഞുറുക്കാന്നുള്ള അടുത്ത പരിപാടി. ഗൈസ് നമ്മളപ്പം ഞുറുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കറി വെച്ചിട്ട് നല്ല ഉണക്കപ്പ വേവിച്ചതും ഒക്കെ കൂട്ടി അടിക്കാൻ പോവാം. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ പോട്ടിയൊക്കെ ക്ലീൻ ചെയ്ത് കറി വെക്കാൻ പോകുന്ന രംഗം. കറി വെക്കാൻ ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ. അടുത്ത വീഡിയോ കാണുന്നവർക്കും ടാറ്റാ.